സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ലിയോ ദി ഗ്രേറ്റ് ആൻഡ് ആറ്റിലയുടെ മീറ്റിംഗ് എന്ന മാർബിൾ ശില്പമാണ് ചിത്രത്തിൽ കാണുന്നത്. ലിയോ ഒന്നാമൻ മാർപ്പാപ്പ സെന്റ് പീറ്ററും വിശുദ്ധ പോളും ചേർന്ന് ആറ്റില്ല ദ ഹൂണിനെ നേരിടുകയും റോമിനെ കൊള്ളയടിക്കരുത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ശില്പം. ബസിലിക്കയിലെ മഹാനായ ലിയോയുടെ അൾത്താരയ്ക്ക് മുകളിലാണ് ഈ റിലീഫ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബസിലിക്കയിൽ നിരവധി അൾത്താരകളുണ്ട്. ഓരോ അൾത്താരയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകൾ. മുൻപ് ബറ്റോണി എന്ന ചിത്രകാരൻ വരച്ച ചിത്രമായിരുന്നു ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അതിനു പകരമായി വിശുദ്ധ മാർഗരറ്റ് മേലി അലാക്കോക്കിന് യേശുവിൻ്റെ ദർശനം കിട്ടുന്ന ചിത്രമാണ് ഇവിടെയുള്ളത്. നിരവധി അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ബസിലിക്കയിലെ ഒരു ശില്പ സ്മാരകമാണ് അടുത്തതായി കാണുന്നത്. അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പയുടെ ശവകുടീരം. അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പ തന്നെയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. എന്നാൽ പോപ്പ് മരിച്ച് 4 വർഷത്തിനു ശേഷം 1671 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് 1678 ഇത് പൂർത്തിയായത്. ഇറ്റാലിയൻ കലാകാരനായ ഗിയാൻ ലോറൻസോ ബെർണിനിയാണ് ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത്. ദാനധർമ്മം, സത്യം, വിവേകം, നീതി എന്നിവയുടെ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 മാർബിൾ പ്രതിമകളാൽ ചുറ്റപ്പെട്ട അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പ മുട്ടുകുത്തി പ്രാർത്ഥനയിൽ നിൽക്കുന്നതാണ് ആ ശില്പം ചിത്രീകരിക്കുന്നത്. മരണത്തെ പ്രതിനിധീകരിക്കുന്ന ചിറകുള്ള ഒരു അസ്ഥികൂടമാണ് ഏറ്റവും വലിയ സവിശേഷത. ഇത് ഒരു വലിയ മാർബിൾ ഡ്രാപ്പറിൽ അടിയിൽ നിന്ന് ഉയർന്നു വന്ന് ഒരു മണിക്കൂർ ഗ്ലാസ്സിൽ പിടിക്കുന്നു. ഇത് പോപ്പിൻ്റെ സമയം കടന്നുപോയി എന്നതിൻ്റെ പ്രതീകമാണ്. സൂര്യരശ്മികൾ അൾത്താരയിലേക്ക് കടന്നുവരുന്ന ഒരു വലിയ ഗ്ലാസിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടുത്തതായി പയസ് 8 മാർപ്പാപ്പയുടെ സ്മാരകമാണ്. ശില്പിയായ പിയട്രോ ടെനറാനിയാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. സിംഹാസനസ്ഥനായ ക്രിസ്തുവിൻ്റെ പ്രതിമയ്ക്കു കീഴിൽ മുട്ടുകുത്തി നിൽക്കുന്ന പയസ് 8 മാർപ്പാപ്പയുടെ രൂപം ഇതിൽ കാണാം. പോപ്പിനു ചുറ്റും വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും പ്രതിമകളുണ്ട്. സ്മാരകത്തിൻ്റെ അടിഭാഗത്ത് നീതിയെയും വിവേകത്തിനെയും ഓർമ്മിക്കാൻ നിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് പോകുമ്പോൾ വലിയൊരു ഇടനാഴിയാണ്. ഇവിടെ നേരെ നോക്കിയാൽ കാണുന്നത് സെന്റ് ആൻഡ്രൂവിൻ്റെ പ്രതിമയാണ്. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളും വിശുദ്ധ പത്രോസിൻ്റെ സഹോദരനുമായിരുന്നു വിശുദ്ധ ആൻഡ്രൂ. തൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഉപകരണമായ ക്രക്സ് ഡെക്കുസാറ്റ അഥവാ എക്സ് ആകൃതിയിലുള്ള കുരിശിൽ ചാരി നിൽക്കുന്ന വിശുദ്ധ ആൻഡ്രൂവിനെ ഈ പ്രതിമയിൽ ചിത്രീകരിക്കുന്നു. അലങ്കരിച്ച കമാനാകൃതിയിലുള്ള മേൽത്തട്ടുള്ള ഈ ഇടനാഴി ചെന്നെത്തുന്നത് ഒരു വലിയ മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയോ ടെസോറോ ബസിലിക്ക ദ പിയട്രോ എന്നും ട്രഷറി മ്യൂസിയം എന്നും അറിയപ്പെടുന്ന ബസിലിക്കയുടെ അകത്തുള്ള ഒരു ചെറിയ മ്യൂസിയവും വിൽപ്പന കേന്ദ്രവുമാണിത്. നിരവധി ആളുകൾ ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഒരുപാട് കൊന്തകളും യേശുവിൻ്റെ ചിത്രങ്ങളും ഇവിടെയുള്ള വിശുദ്ധന്മാരുടെ ചിത്രങ്ങളും ഇപ്പോൾ മരണപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രമുള്ള പോസ്റ്റ് കാർഡുകളും എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് നിരവധി ആളുകൾ ഇതെല്ലാം വാങ്ങിച്ച് നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. ബസിലിക്കയുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.